പെരുമ്പാവൂരിൽ ഫേസ്ബുക്ക് കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തിചാർജ്. വിവരങ്ങളുമായി അലക്സ് ചേരുകയാണ്. അലക്സ്, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. അഞ്ജു, അല്പം ഏതാണ്ട് 6:30 പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പോലീസ് രാജ് തന്നെ നടത്തിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെ ജസ്റ്റിസ് ഫോർ ജിഷ എന്ന പേരുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ പെരുമ്പാവൂരിലേക്ക് മാർച്ച് നടത്തിയിരുന്ന പോലീസ് അന്വേഷണം പ്രതിയെ പിടികൂടാൻ വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇവർ മാർച്ച് നടത്തിയത്. ഈ മാർച്ച് നേരത്തെ സംഘർഷഭരിതമായിരുന്നു. ഈ മാർച്ചിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 2 വനിതകൾക്ക് പരിക്കേറ്റിരുന്നു. ഇവർ ഐശ്വര്യ എന്നും സുജ കാർത്തിക് എന്നും പേരുള്ള 2 വനിതകൾക്ക് പരിക്കേറ്റിരുന്നു. അവർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെ തല്ലിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുക, കുറുപ്പുംപടി സിഐയെ മാറ്റി നിർത്തുക, എസ്പിയെ മാറ്റി നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വൈകും വരെ ഇവരുടെ പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നാടൻപാട്ടുപാടിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചുമാണ് ഇവർ സമരം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിന് ഇവർ രേഖാമൂലം പരാതി എഴുതി നൽകി. എന്നാൽ അതിനുശേഷം ഏതാണ്ട് 6:30 മണിയോടുകൂടി ഇവരെ, അതായത് പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിനുള്ളിലുണ്ടായിരുന്ന ഏതാണ്ട് 15ഓളം സ്ത്രീകളെ ആദ്യം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണുണ്ടായത്. ഇതിൽ പുറത്തുനിന്ന പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് ഉണ്ടായി. ഇവർ ചിതറിയോടിയതിനു ശേഷം പോലീസിന് നേരെ കല്ലുകൾ എറിഞ്ഞു. അതിനുശേഷമാണ് പോലീസ് രൂക്ഷമായി ഇവർക്ക് നേരെ ലാത്തി പ്രയോഗിച്ചത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അകത്ത് പ്രതിഷേധം നടത്തിയ 15ഓളം സ്ത്രീകളെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവരെ ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് ഈ പ്രതിഷേധക്കാർ, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു പുരുഷന്മാരടക്കമുള്ള പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുദ്രാവാക്യം ഉയർത്തുകയാണ്. ഇവരെ വിട്ടു നൽകണം എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. ഇവർക്ക് നീതി വേണം, ജിഷയ്ക്ക് നീതി വേണം, മാന്യമായി സമരം ചെയ്യുന്നവരെ, സമാധാനപരമായി സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്നുള്ള പോലീസ് നീതി നടപ്പാവില്ല, പോലീസിന്റെ കാട്ടുനീതി അംഗീകരിക്കില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതാണ്ട് 6:30 രൂക്ഷമായ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ ലാത്തിചാർജും അല്ലെങ്കിൽ പോലീസ് രാജ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പുറത്ത് പറയാനാകാത്ത തരത്തിലുള്ള അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പോലീസ് ഈ സ്ത്രീകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് തന്നെ കാണാമായിരുന്നു. അഞ്ജു, അലക്സ്, പോലീസിന്റെ വീഴ്ച ഉയർത്തി കാണിച്ചതിന് പോലീസിന്റെ ആത്മരോഷം എന്ന് വേണോ പറയാൻ? അത്തരത്തിലാണോ ഉണ്ടായതും? തീർച്ചയായിട്ടും അഞ്ജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ മുദ്രാവാക്യം ഉയർത്തിയാണ് അവർ ഇന്ന് ഉച്ചയോടുകൂടി പെരുമ്പാവൂരിലേക്ക്, അല്ലെങ്കിൽ പെരുമ്പാവൂർ ടൗണിലേക്ക്, ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി സമരം നടത്തിയത്. ഈ പ്രതിഷേധത്തെ പോലീസ് അവിടെ തടഞ്ഞു. ആ സമയത്ത് അവിടെ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. ആ സംഘടനയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരക്കാരായ 2 വനിതകൾക്ക് പരിക്കേറ്റത്. അതിൽ ഒരാളുടെ പേര് ഐശ്വര്യ എന്നും ഒരാൾ സുജ കാർത്തിക് എന്നുള്ള 2 വനിതകൾക്ക് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ ഈ സംഘടന നേതൃത്വം കൊടുത്ത പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക്, അല്ലെങ്കിൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വ്യക്തമാണ്. പെരുമ്പാവൂരിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തിചാർജ്. വിവരങ്ങളാണ് അലക്സ് നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ബ്ലാക്ക്മെയിൽ കേസിൽ പരാതിയുമായി എത്തിയ യുവതിക്ക് പോലീസിന്റെ പീഡനം. പരാതിക്കാരിയെ പോലീസ് ലൈംഗികമായി പീഡിപ്പിച്ചു. തിരുവനന്തപുരം വലിയതുറയിലാണ് സംഭവം. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, എന്താണ് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. പെരുമ്പാവൂരിലെ ജിഷയുടെ മരണം ഉണ്ടാക്കിയ ഞെട്ടൽ മുമ്പാണ് ഒരുപക്ഷെ അതിനേക്കാൾ ഗുരുതരമെന്ന് നമുക്ക് വിലയിരുത്താവുന്ന ഒരു സംഭവം തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. തിരുവനന്തപുരം വലിയതുറയിൽ നഗ്നചിത്രം കാട്ടി യുവതിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അന്വേഷിക്കാനെത്തിയ പോലീസുകാരൻ തന്നെ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെന്നുമാണ് കേസ്. ഈ കേസിൽ വലിയതുറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് അറസ്റ്റിലായി. പ്രദീപിനെ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 6 മാസത്തിനിടെയാണ് സംഭവം. തറവാട്ട് വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറിയ പ്രവാസിയുടെ ഭാര്യയെയാണ് പോലീസുകാരൻ പീഡിപ്പിച്ചത്. വാടക വീട്ടിൽ താമസം മാറ്റിയ സമയത്ത് വീട്ടുടമസ്ഥയായ സ്ത്രീ ഈ യുവതിയുടെ നഗ്നചിത്രങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നു. ഈ ചിത്രങ്ങൾ കാട്ടി യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്നത് പതിവായിരുന്നു. ഈ സംഭവം ഗത്യന്തരമില്ലാതെ യുവതി ഭർത്താവിനോട് പറയുകയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വലിയതുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു. ഈ പരാതി അന്വേഷിക്കാനായി എത്തിയ പോലീസുകാരനാണ് പ്രദീപ് ഈ ചിത്രങ്ങൾ വീട്ടുടമസ്ഥയായ യുവതിയിൽ നിന്ന് കൈക്കലാക്കുകയും ഇത് കാട്ടി യുവതിയെ വീണ്ടും പീഡിപ്പിക്കുകയും പണം തട്ടുകയുമായിരുന്നു. പീഡനം നിരന്തരമാവുകയും നിവൃത്തിയില്ലാതായപ്പോൾ ഇക്കാര്യം ഭർത്താവിനെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 27-ാം തീയതി അവസാനമായി യുവതിയുടെ വീട്ടിലെത്തിയ പ്രദീപ് യുവതിയെ പീഡിപ്പിക്കുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞ് ഭർത്താവ് 29-ാം തീയതി ഗൾഫിൽ നിന്ന് നാട്ടിലെത്തുകയും പേട്ട സിഐക്ക് പരാതി നൽകുകയുമായിരുന്നു. ഇന്നലെ പേട്ട സിഐ പ്രദീപിനെ അറസ്റ്റ് ചെയ്തു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.
ഉണ്ണികൃഷ്ണൻ, പരാതിയുമായി എത്തിയ യുവതിയെ പോലീസ് തന്നെ പീഡിപ്പിക്കുന്നു. നാം ഉയർന്നു കേൾക്കുന്ന മുറവിളികൾ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉയർന്ന മുറവിളികൾ, അതൊക്കെ എവിടെ പോകുന്നു? പോലീസ് തന്നെ ഇത്തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ പോലീസിന്റെ മറ്റൊരു മുഖംമൂടി കൂടി അതിവിടെ അഴിയുകയല്ലേ? തീർച്ചയായും മഞ്ജു, നമുക്കറിയാം പെരുമ്പാവൂരെ ജിഷയുടെ സംഭവത്തിൽ പോലീസിന്റെ വീഴ്ചയാണ് ഈ കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കിയത്. ജിഷ വളരെ ദാരുണമായി കൊലയപ്പെട്ട സംഭവം ഒറ്റ കാഴ്ചയിൽ തന്നെ ക്രൂരമായ കൊലപാതകം മനസ്സിലായിട്ടും പോലീസ് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് വിലയിരുത്താനാകും. ഒരുപക്ഷെ അതിനേക്കാൾ ഗുരുതരമായി നമുക്ക് പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ഇതിലുണ്ടാകുന്ന വലിയ വീഴ്ച രീതിയിൽ ഒരു പോലീസുകാരൻ തന്നെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച ആഭ്യന്തര വകുപ്പിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നമായി നമുക്ക് ഇതിനെ വിലയിരുത്താൻ. അതുകൊണ്ട് പെരുമ്പാവൂരിലെ ജിഷയുടെ നടുക്കം മാറും മുമ്പ് കേരളം കേൾക്കുന്ന മറ്റൊരു വലിയ പീഡന വാർത്തയാണ്. യുവതിയുടെ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാരൻ തന്നെ യുവതിയെ പീഡിപ്പിക്കുന്നു, പണം തട്ടുന്നു, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇത് വളരെ ഗുരുതരമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അഞ്ജു. യെസ്, വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ തുടരുക. ഇപ്പോൾ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണങ്ങൾ, മറ്റു വിവരങ്ങൾ കൂടി? അഞ്ജു, പോലീസിൽ നിന്നും ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം പേട്ട കല്ലുമൂട് സ്വദേശിനിയായ ഒരു യുവതി നൽകിയിരിക്കുന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഒരു പോലീസുകാരൻ അറസ്റ്റിലായിരിക്കുന്നത്. യുവതിയുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി യുവതിയിൽ നിന്നും പണം തട്ടിയെടുത്തു എന്നതായിരുന്നു പോലീസുകാരനെതിരായ ആരോപണം. ആദ്യഘട്ടത്തിൽ പോലീസിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിലാണ് തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസുകാരനായ പ്രദീപിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം വിഴിഞ്ഞം സ്വദേശിയാണ്. നേരത്തെ വലിയതുറ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. ഇത്തരം വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത്. യുവതിയുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതിനെ തുടർന്ന് യുവതി പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ സമീപകാലത്ത് സംഭവിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്നായി ഇത് മാറിയേക്കാം. കാരണം ഒരു പോലീസുകാരൻ ഇത്തരത്തിൽ ഒരു യുവതിയുടെ ചിത്രങ്ങൾ, നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നത് വളരെ ഗൗരവതരമായ വാർത്തയാണ്. ഈ പോലീസുകാരനെ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി തിരുവനന്തപുരത്ത് റിമാൻഡ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഞ്ജു, ഈ പോലീസുകാരൻ അറസ്റ്റിലായ പോലീസുകാരനെ കുറിച്ച് മറ്റു വിവരങ്ങൾ കൂടി, ഇയാൾ ഇപ്പോൾ എവിടെയാണുള്ളത്, അത് സംബന്ധിച്ചു കൂടി? അഞ്ജു, വൈകുന്നേരം 4 മണിയോടുകൂടി ഈ പോലീസുകാരനെ ഇപ്പോൾ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസുകാരനാണ്. പ്രദീപ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നേരത്തെ വലിയതുറ ഭാഗത്തെ സ്റ്റേഷനിലെല്ലാം ജോലി ചെയ്തിട്ടുള്ളതാണ്. നിലവിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീ പരാതിയുമായി വന്ന സാഹചര്യത്തിൽ CI തന്നെ നേരിട്ട് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയായ പോലീസുകാരനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഞ്ജു, ജീവൻ, കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണോ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്തതും? അഞ്ചു ഈ ഘട്ടത്തിൽ പറയാവില്ല. കാരണം പോലീസ് ആദ്യഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസുകാരനെതിരായി വന്ന പരാതി ഗൗരവത്തിൽ എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ പോലീസുകാരൻ റിമാൻഡിലായത്. ഇത് സേനയ്ക്കാകെ നാണക്കേടാണ് എന്നത് മൂലം ഇന്ന് രാവിലെയോടുകൂടി പിടിച്ച പ്രതിയെ വളരെ രഹസ്യമായിട്ടാണ് അവർ കസ്റ്റഡിയിൽ വെച്ചിരുന്നത്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി വാർത്ത ലീക്കായതോടുകൂടിയാണ് ഈ കാര്യത്തിൽ അതിനു മുമ്പ് അവർ നടപടിക്രമങ്ങളാകെ പൂർത്തീകരിച്ചുകൊണ്ട് പോലീസുകാരന്റെ ദൃശ്യങ്ങൾ പുറത്തു പോകരുത് എന്ന കൃത്യമായ നിബന്ധന ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സബ് ജയിലിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും എത്തുന്നതിന് മുമ്പ് തന്നെ റിമാൻഡ് ആയിരിക്കുന്നത്. അഞ്ജു, ജീവൻ തുടരുക. ഉണ്ണികൃഷ്ണനിലേക്ക് കൂടി പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ, ഇതാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു. നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത ഒരു രീതിയിലേക്ക് മാറുന്നു നമ്മുടെ നാട്. തീർച്ചയായും അഞ്ജു, സ്ത്രീകളുടെ സുരക്ഷ എന്നതിനപ്പുറം തന്നെ ഈ രണ്ട് ജിഷയുടെ സംഭവത്തിലും ഇപ്പോൾ വലിയതുള്ള സംഭവത്തിലും സമാനമായ ഒരു കാര്യം, മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വരുന്നത് തടയുന്ന രീതി അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പെരുമ്പാവൂർ സംഭവം ഇത്രയും ചർച്ചയാവുകയും രാജ്യാന്തര പ്രസക്തി വരെ ഉണ്ടാവുകയും ചെയ്തത് മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്തപ്പോഴാണ്. ജിഷ മരിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം 5ാമത്തെ ദിവസമാണ് കൈരളി പീപ്പിൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സംഭവം മാധ്യമങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ പേട്ട സ്റ്റേഷനിൽ
നിന്ന് കോടതിയിലെത്തിക്കാനും അവിടുന്ന് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാനും ഉള്ള നീക്കം. ഇത് കൃത്യമായി ഇത്തരം സംഭവങ്ങൾ, അതായത് സ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടായ ഒരു സംഭവം, വളരെ ഗുരുതരമായ ഒരു പ്രശ്നം, അതിനെ മറച്ചു വെക്കുന്ന ഒരു നീക്കം ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. സേനയ്ക്ക് ആകെ നാണക്കേണ്ടാകുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടായി എന്ന് കരുതുന്നത്. അതായത് കേരളത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആകെ സുരക്ഷയ്ക്ക് ഉത്തരവാദിത്വമുള്ള, സുരക്ഷ നൽകാൻ ബാധ്യതപ്പെട്ട പോലീസുകാരുടെ ഭാഗത്ത് തന്നെ ഇത്തരം വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ, സ്ത്രീകളെ മാത്രമല്ല മൊത്തം ജനങ്ങളെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന, സുരക്ഷയ്ക്ക് വെല്ലുവിളിയാവുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. അഞ്ചു, വ്യക്തമാണ്. ബ്ലാക്ക്മെയിൽ കേസിൽ പരാതിയുമായി എത്തിയ യുവതിക്ക് തിരുവനന്തപുരത്ത് പോലീസിന്റെ പീഡനം. തിരികെ വാർത്തകളിലേക്ക്. പെരുമ്പാവൂരിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസിന്റെ ലാത്തിചാർജ്. ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്ക് കൂട്ടായ്മ നടത്തിയ പ്രതിഷേധത്തിൽ 2 യുവതികൾക്ക് മർദ്ദനമേറ്റിരുന്നു. ഇവരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി അലക്സ് ചേരുകയാണ്. അലക്സ്, പോലീസിന്റെ വീഴ്ച ഉയർത്തിക്കാട്ടിയതിന് അവർക്കെതിരെ ഉണ്ടായ പോലീസിന്റെ ഒരു അമർഷം, അതുതന്നെയാണോ ലാത്തിചാർജിന് കാരണമായത്? വിവരങ്ങൾ. അഞ്ജു, തീർച്ചയായും അഞ്ജു സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. പോലീസിന്റെ വീഴ്ച ഉയർത്തിക്കാട്ടിയാണ് ഇവർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവർ പോലീസ് ഇതുവരെയും ജിഷ കൊലപാതക കേസിലെ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാത്തതിൽ പ്രതിഷേധിച്ച ജിഷയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇവർ പെരുമ്പാവൂരിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ച് ആ സമയത്ത് ഈ മാർച്ച് സംഘർഷഭരിതമായിരുന്നു. ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. ഇവരിൽ ഉണ്ടായിരുന്ന വനിതകളായ 2 സമരക്കാർക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായി. ഇവർ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇവരുടെ പേരുകൾ ഐശ്വര്യ എന്നും സുരഭി എന്നുമാണ്. ഇവർക്കുള്ള ആശുപത്രിയിലാണ്. ഇവർക്കെതിരെ നീങ്ങിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇവർ വൈകുന്നേരം അല്ലെങ്കിൽ പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിനുള്ളിൽ ഏറെ വൈകിയും കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഏതാണ്ട് 10ഓളം വനിതാ പ്രവർത്തകർ, ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ 10ഓളം വനിതാ പ്രവർത്തകർ പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിനുള്ളിലും ബാക്കി പുരുഷ പ്രവർത്തകർ അടക്കമുള്ളവർ ബാക്കി പുറത്തിരുന്നുമാണ് മുദ്രാവാക്യം വിളികളുമായി ഇവർ പ്രതിഷേധം നടത്തിയത്. ജിഷയ്ക്ക് നീതി ലഭിക്കണം എന്ന് ഉയർത്തിക്കാട്ടിയും അതുപോലെ തന്നെ നേരത്തെ സംഘടന നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ, കുറുപ്പമ്പടി CI അടക്കമുള്ളവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇവർ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഇത് സംബന്ധിച്ച പരാതി ഇവർ പെരുമ്പാവൂർ ഡിവൈഎസ്പിക്ക് നൽകി. ഈ പരാതി സ്വീകരിച്ച ഏതാണ്ട് 15 മിനിറ്റിന് ശേഷമാണ് ഈ അകത്തിരുന്ന വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ആരംഭിച്ചത്. ഇതിൽ പുറത്തുനിന്ന ഇവരുടെ കൂടെയുള്ള പുറത്തുനിന്നവർ പ്രതിഷേധക്കാർ പ്രകോപിതരായി. ആ സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന പോലീസ് അതിരൂക്ഷമായി ലാത്തിചാർജ് നടത്തിയത്. ഈ ചിതറിയോടിയ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയുണ്ടായി. പോലീസ് തുടർന്ന് അതിമാരകമായി എന്ന് തന്നെ പറയാം, പോലീസ് രാജ് തന്നെ അരങ്ങേറിയെന്ന് തന്നെ പറയാം. അത്തരത്തിലേക്ക് നീങ്ങുന്ന പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീങ്ങി. അല്ലെങ്കിൽ തീർച്ചയായും അലക്സ്, അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷ്വലിൽ നിന്ന് അത് വ്യക്തമാണ്. വനിതകളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. വനിതകളെ നമ്മുടെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിഭീകരമായി തന്നെ പോലീസ് വനിതകളെ മർദ്ദിച്ച് അവശരാക്കി. ഈ അറസ്റ്റ് ചെയ്ത വനിതാ പ്രവർത്തകരെ നേരെ പോലീസ് കൊണ്ടുവന്ന പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അല്പം മുമ്പ് പുറത്തു വന്ന വനിതാ പ്രവർത്തകർ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളടക്കം പോലീസ് വനിതാ പോലീസുകാരെ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. ഇത്തരത്തിലേക്ക് അവർ ഇതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. പുറത്ത് പ്രവർത്തകർ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഇപ്പോൾ സ്റ്റേഷന് മുന്നിൽ സ്ഥിതിഗതികൾ അല്പം ശാന്തമായെന്ന് പറയാം. നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ സമരത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വ്യക്തമാണ്. പോലീസ് എത്രത്തോളമുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നുള്ള കാര്യം വ്യക്തമാണ്. അഞ്ജു, അലക്സ്, ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രതിയെ പിടികൂടിയിട്ടുണ്ടെങ്കിലും അയാൾക്ക് കേസിൽ പങ്കില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തുമ്പില്ലാതെ ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുക തന്നെയാണോ? അഞ്ജു, വളരെ ശരിയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അവസാനം പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇയാൾക്ക് കുറ്റകൃത്യമായി ബന്ധമില്ല. ഇയാളുടെ വിരലടയാളങ്ങൾ പോലീസിന്റെ പക്കലുള്ള ഫിംഗർ പ്രിന്റുമായി മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ പ്രതിയാണ്. പെരുമ്പാവൂരിൽ പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തിചാർജ്. വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകി.